ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടെ അമ്പലത്തിൽ പോയി തിരികെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി പഞ്ചറായിപ്പോയി. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത്. അങ്ങനെ മാങ്ങയൊക്കെ പറിച്ച് തിരിച്ചു വരാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് വണ്ടി പഞ്ചറായിപ്പോയത്. അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു, ഇനിയിപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു കട ഇവിടെ അടുത്തുണ്ട്, അവിടെ ചെന്നിട്ട് നമുക്ക് പഞ്ചർ ഒട്ടിക്കാം, അതുവരെ ഏതായാലും ഇത് തള്ളിക്കൊണ്ട് പോകാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയും തള്ളിക്കൊണ്ട് അങ്ങ് പോവുകയാണ്. അങ്ങനെ വണ്ടി തള്ളിക്കൊണ്ട് അങ്ങ് നീങ്ങി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ബോൾ ഉരുണ്ട് വരികയാണ് കേട്ടോ. ബോൾ ഉരുണ്ട് നമ്മുടെ രേവതിയുടെ മുന്നിൽ വന്നു. അപ്പോഴത്തേക്കും ദേ ഒരു കുട്ടി വരുന്നു. ആൻറ്റി എന്ന് വിളിച്ചോണ്ടാണ് വരുന്നത്. അപ്പോൾ പുറകെ മോനെ ആദ്യം സൂക്ഷിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളും കൂടെ വരുന്നുണ്ട്. അതാരാ? നമ്മുടെ ശ്രുതിയുടെ അമ്മ. അപ്പോഴത്തേക്കും പെട്ടെന്ന് രേവതി, ആദ്യമോ ഇതെന്താ ഇവിടെ? അല്ല മനസ്സിലായില്ലേ, ദേ ഇത് നമ്മൾ ബസ്സിൽ കണ്ടില്ലേ ആ കുട്ടിയാ എന്ന് പറഞ്ഞപ്പം എനിക്ക് മനസ്സിലായി എന്ന് സച്ചി ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ രേവതി ചോദിച്ചു, എന്താ മോൻ ഇവിടെ? അതേ ദേ ഇതാ എൻ്റെ വീട്, കയറി വാ ആൻറ്റി എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ചോണ്ട് പോവാണ് കേട്ടോ. അവിടെ നമ്മുടെ ശ്രുതിയുടെ അമ്മയും ഉണ്ട്. അങ്ങനെ ശ്രുതിയുടെ അമ്മ ഇവരെ കണ്ടതും വലിയ സന്തോഷത്തിൽ ചെന്നിട്ട് ചെല്ലുകയാണ്, അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി, കാരണം പെട്ടെന്നൊരു കണ്ടുമുട്ടലാണല്ലോ. അങ്ങനെ പെട്ടെന്ന് ആദ്യം ചോദിച്ചു, അതേ അമ്മൂമ്മയ്ക്ക് മനസ്സിലായോ, ഇത് അന്ന് ബസ്സിൽ കണ്ട ആൻറ്റിയാ? എനിക്ക് മനസ്സിലായി മോനെ. അല്ല ഇവിടെ അടുത്താണോ താമസം? അല്ല, ഞങ്ങളെ ഇവിടെ ഒരു ക്ഷേത്രത്തിൽ വന്നതാ. ഏത് ക്ഷേത്രത്തിൽ? കാണുന്ന ആ ക്ഷേത്രത്തിലാണോ? അങ്ങോട്ടേക്കുള്ള വഴിയാണോ? അതെ അങ്ങോട്ടേക്കുള്ള വഴിയാ. അല്ല ഇത് നിങ്ങളുടെ വീടാണോ എന്നിങ്ങനെ സച്ചി ചോദിച്ചു. അപ്പം നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, അല്ല ഇത് ഞങ്ങളുടെ തറവാട് വീടാ, ഇപ്പോൾ ഇവിടെ അനിയത്തിയാണ് താമസിക്കുന്നത്, ഞങ്ങൾ അവളെയും കൂടെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അതെ എങ്കിൽ പിന്നെ രേവതി നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി വണ്ടി ശരിയാക്കിയിട്ട് പെട്ടെന്ന് വരാം, വണ്ടി പഞ്ചറായിപ്പോയി എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറഞ്ഞു, അതിനിപ്പോൾ എന്താ, മോളിവിടെ നിന്നോ, മോൻ പോയി വണ്ടി ശരിയാക്കിയിട്ട് വാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അതിനിടയ്ക്ക് ആ ഒരു പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുക, ആ അമ്പലത്തിൽ പ്രത്യേകിച്ച് വരുന്നവരെല്ലാവരും ഇങ്ങനെ ഭാര്യയും ഭർത്താവും ഒക്കെയാണ്. കാരണം അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല പല ഇണക്കങ്ങളും ഒക്കെ ഇങ്ങനെ മാറും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്, അതായത് അങ്ങനെ ഒരു ഐതിഹ്യമുള്ളൊരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്ക് മനസ്സിലാവുകയാണ് എന്തോ ഒരു പ്രശ്നം ഇവർ തമ്മിലുണ്ട് എന്ന്. അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മയ്ക്ക് ഒരു ഫോൺ വന്നപ്പോഴത്തേക്കും, അതേ എനിക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്, ഞാനേ ഒന്ന് എടുക്കട്ടെ, മോൾ ഏതായാലും ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയുടെ അമ്മ പോയി ഫോൺ കോൾ എടുക്കുകയാണ്. അത് വേറെ ആരുമല്ല, ശ്രുതിയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ശ്രുതിയുടെ അമ്മ ചോദിച്ചു, ഇതെന്താ നീ ആളുമാറി വിളിച്ചതാണോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, അതെന്താ ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യാറില്ലേ, അമ്മ എന്താ ഇങ്ങനെ ചോദിച്ചത്? അല്ല നേരത്തെ നീ നല്ല ദേഷ്യം വന്നിട്ടാണല്ലോ ഫോൺ കട്ട് ചെയ്തതാ, അതും കൊണ്ട് ഞാൻ ചോദിച്ചതാ. അത് പിന്നെ അമ്മേ അപ്പോഴത്തെ ടെൻഷൻ കൊണ്ട് ഞാൻ പറഞ്ഞതാ. അല്ല ഞാനൊരു കാര്യം പറയട്ടെ ശ്രുതി, ദേ ഇപ്പം നീ നിൻ്റെ മോനെ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല, അവൻ വളർന്നുകൊണ്ടിരിക്കുക, അവനെന്നും നിന്നെ ചോദിക്കും, എന്താ ആൻറ്റി വരാത്തത്, എന്താ ഫോൺ ചെയ്യാത്തത് എന്നൊക്കെ അവൻ ചോദിക്കാറുണ്ട്. ആ ഒരു പരിഭവം മാത്രമേ ഇപ്പം ഞാൻ കേൾക്കാറുള്ളൂ. നീ ഒരു കാര്യം ചെയ്യുക, അവനോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ശ്രുതി പറഞ്ഞു, അവന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. ശ്രുതിയുടെ മനസ്സിലൊരു ചെറിയൊരു ഇതുണ്ട്, സ്വന്തം മകനാണല്ലോ. അങ്ങനെ ഏതായാലും എന്നാലും ഇഷ്ടമില്ലാത്ത രീതിയിലാണ് ശ്രുതി നിൽക്കുന്നത്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയും ആദ്യം കൂടെ കളിച്ചോണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറഞ്ഞു, ദേ ആദിക്കുട്ട, ദേ നിൻ്റെ ആൻറ്റി വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ശ്രുതിയുടെ അമ്മ. അപ്പം കൊച്ചു പറഞ്ഞു, ഇല്ല ഞാൻ പിണക്കത്തില്ല, ഞാൻ മിണ്ടുന്നില്ല ആൻറ്റിയോട് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അത് നീ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കൊച്ചു ഫോൺ മേടിച്ചിട്ട്, അതെ ഞാൻ ആൻറ്റിയോട് കൂട്ടിയില്ല, ഞാൻ പിണക്കത്തില്ല, ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഫോൺ എടുക്കാറില്ലല്ലോ. അത് മോനെ ഞാൻ ബിസി ആയിട്ടല്ലേ? അതെ ഞാനിപ്പം ബിസിയാ, എൻ്റെ ഫ്രണ്ട് ആൻറ്റി വന്നിട്ടുണ്ട്, അതുകൊണ്ടേ എനിക്ക് സംസാരിക്കാൻ ഇപ്പം തീരെ സമയമില്ല, ഞാൻ ഫോണേ മുത്തശ്ശിയുടെ കയ്യിൽ കൊടുക്കാട്ടോ എന്ന് പറഞ്ഞ് നേരെ കുട്ടി ഫോണ് നമ്മുടെ ശ്രുതിയുടെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് രേവതിനെ വിളിച്ചിട്ട്, ബാ ആൻറ്റി നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് ശ്രുതി ചോദിച്ചു, ആരാ അമ്മയത് എന്ന് ചോദിച്ചപ്പം, അതെ ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട ഒരു കുട്ടിയാ. ആരാ എന്താണെന്നൊന്നും അറിയാതെയാണോ വീട്ടിൽ വിളിച്ച് കയറ്റിയത്? ശരി ഞാൻ ഫോൺ വെക്കട്ടെ എന്ന് പറഞ്ഞു. തൊട്ടടുത്ത് രേവതി നിപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ പറ്റില്ലല്ലോ ആ സ്ത്രീക്ക്, അതുകൊണ്ടാണ് അങ്ങനെയൊന്നും പറയാത്തത് കേട്ടോ. അങ്ങനെ ഫോൺ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി എത്തി. അങ്ങനെ സച്ചി പറഞ്ഞു, അതെ വണ്ടി ശരിയാക്കി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, എങ്കിൽ പിന്നെ ഞങ്ങൾ പൊക്കോട്ടെ, ആൻറ്റി ഇപ്പോൾ പോകണ്ട ആൻറ്റി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അതെ ഞങ്ങൾ പോയിട്ട് പിന്നെ ഒരു ദിവസം വരാം എന്ന് പറഞ്ഞപ്പം, ശരിയാണോ ആൻറ്റി എന്ന് ചോദിച്ചപ്പം, അതേന്നേ ആൻറ്റി
ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചിൻ രേവതി അങ്ങ് പോവുക കേട്ടോ ചെയ്യുന്നത്. ഏതായാലും ആ കുട്ടിക്ക് വലിയ സന്തോഷമാണ് രേവതിനെ കണ്ടപ്പം. രേവതിയുടെ എന്തോ ഒരു ചെറിയൊരു അറ്റാച്ച്മെൻ്റ് ഒക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രവീന്ദ്രനെയും ചന്ദ്രനെയാണ്. അങ്ങനെ രവീന്ദ്രൻ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര വന്നിട്ട് പെൻഷൻ കാശിൻ്റെ കാര്യം എന്തായി കിട്ടിയോ? എവിടെ നിന്ന് കിട്ടാനാ, നടന്ന് ചെരുപ്പ് തേഞ്ഞു. എനിക്കറിയില്ല, അയാൾ അന്ന് നടന്ന സംഭവമൊന്നും മറന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഏതായാലും ഞാൻ യൂണിയൻ ഓഫീസിലൊരു പരാതി കൊടുത്തിട്ടുണ്ട്. ചിലപ്പം പെട്ടെന്ന് ശരിയായി കിട്ടുമായിരിക്കും. പിന്നെ ശരിയായത് തന്നെ, മിക്കവാറും ശരിയാകും. അല്ല നിനക്കെന്താ, ഈ വീട്ടിലെ ചിലവുകളെല്ലാം നടന്നു പോകുന്നില്ലേ? എല്ലാം സച്ചി നടത്തുന്നില്ലേ? ഇനിയിപ്പം പെൻഷൻ കാശ് കിട്ടുന്നത് അതെന്തിനാ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അതെ ഇനിയിപ്പോൾ സച്ചിയുടെ കാര്യം ഇവിടെ പറയണ്ട, സുധി ജോലിക്ക് പോകാൻ തുടങ്ങി, അവൻ ഇനി നോക്കിക്കോളും എല്ലാം. കാർ ഓടിച്ചിട്ട് അവൻ എന്ത് സമ്പാദിക്കാനാ? ദേ സുധി 3 മാസം ജോലി ചെയ്ത് കിട്ടുന്നത് ദേ അറിയാലോ, 1 വർഷം ജോലി ചെയ്യണം. ആയിക്കോട്ടെ ചന്ദ്ര, അവൻ്റെ ചെറിയ ശമ്പളം കൊണ്ട് അവൻ കുടുംബം പോറ്റുന്നില്ലേ? കുടുംബം പോറ്റാതെ ഒന്നും ഇരിക്കുന്നില്ലല്ലോ. ഞാൻ ഏതായാലും യൂണിയൻ ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരട്ടെ. അവർ വല്ല നീക്കവും നടത്തുന്നുണ്ടോ എന്നറിയാമല്ലോ. അയാൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അനീതിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാൻ ഇവിടെ ഒന്നും നിൽക്കുന്ന പ്രശ്നമില്ല, ഒരു പരാതി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സുധി ഇറങ്ങി വരിക. സുധി ഇറങ്ങി വന്നതും ചന്ദ്ര പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് നീ കേട്ടല്ലോ? ഞാൻ കേട്ടു അമ്മേ. അങ്ങേര് പാവം, പെൻഷൻ കാശ് ഇതുവരെ പാസ്സായിട്ടില്ല. പിന്നെ കല്യാണ ചെലവിൻ്റെ ടെൻഷൻ വേറെ. ഇപ്പം ശ്രുതിക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞ് ഭാമ വന്നു പോയതേ ഉള്ളൂ. അവയ്ക്ക് എന്ത് കൊടുക്കാനമ്മേ? വരാൻ പോകുന്ന മരുമകൾക്ക് എന്തെങ്കിലും കൊടുത്താലേ അവക്കും വീട്ടുകാർക്കും നമ്മളോട് മതിപ്പും മര്യാദയൊക്കെ ഉണ്ടാകത്തുള്ളൂ. സ്വർണമോ കാശോ എങ്ങനെയെങ്കിലും കൊടുക്കണം എന്നാ ഭാമ പറഞ്ഞത്. ഇപ്പം ശ്രുതി അവളുടെ അച്ഛനുമായിട്ട് പിണങ്ങിയിരിക്കുകയല്ലേ. പക്ഷേ നാളെ അവരെ ഒന്നായി കൂടാന്നില്ലല്ലോ. വലിയ പണക്കാരല്ലേ, കോടീശ്വരന്മാർ. നമ്മൾ വില വെക്കണമെങ്കിൽ നമ്മൾ മോശക്കാരല്ലെന്ന് അവർക്ക് തോന്നണം. അങ്ങനെ തോന്നണമെങ്കിൽ ഒരു 10 പവനെങ്കിലും നമ്മുടെ വകയായിട്ട് അവർക്ക് കൊടുക്കണം. എങ്കിലേ ഒരു മതിപ്പുണ്ടാകത്തുള്ളൂ. നീയും ശ്രുതിയും കല്യാണം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കണം. അതിനുവേണ്ടി അമ്മ എന്തും ചെയ്യും. അതിനുവേണ്ടി അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കാശിന് വേണ്ടി നിൻ്റെ അച്ഛമ്മയുടെ മുമ്പിൽ പോയി കൈ നീട്ടാൻ വേണ്ടി തീരുമാനിച്ചതും നിനക്ക് വേണ്ടി മാത്രമാണ്. നാണവും മാനവും ഇല്ലാതെ അഭിമാനവും ഒക്കെ മറന്ന് നിൻ്റെ അച്ഛമ്മയോട് കാശ് ചോദിക്കാൻ തീരുമാനിച്ചത് അത് നിനക്ക് വേണ്ടി മാത്രമാണ്. ദേ കല്യാണം കഴിഞ്ഞാൽ ഇതൊക്കെ നീ മറക്കുമോ മോനെ? അമ്മ എന്താ അമ്മ ഈ പറയുന്നത്? ഞാൻ അങ്ങനെ ഒരുത്തനാണോ? എന്ത് ത്യാഗം സഹിച്ചും ശ്രുതിക്ക് ചെയ്യേണ്ടത് അമ്മ ചെയ്യണം. അവളൊരു നല്ല പെണ്ണമ്മേ, അവൾ നല്ലവളാ അമ്മേ. അച്ഛമ്മയുടെ അടുത്ത് കാശുണ്ടാവുമോ? പിന്നല്ലാതെ വർഷം വീതിച്ച് വിറ്റ കാശില്ലേ, വലിയൊരു തുക കയ്യിലുണ്ട്, അത് ഉറപ്പാ. എത്ര രൂപ കയ്യിൽ വെച്ചോണ്ടാണ് നടക്കുന്നതെന്ന് അറിയാമോ? ഏതായാലും നീ നന്നായിട്ട് കണ്ടാൽ മതി. ഇപ്പം നല്ലൊരു ജോലി ഉണ്ടല്ലോ നിനക്ക്. ശ്രുതിയെ കെട്ടി നീ സുഖമായിട്ട് ജീവിക്കുന്നത് കാണാനാ ഈ അമ്മ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ സുധി അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രയുടെ നേരെ നോക്കിയിട്ട് കരയാൻ തുടങ്ങി കേട്ടോ. അപ്പം പെട്ടെന്ന് ചന്ദ്ര ചോദിച്ചു, സുധി എന്താ നീ കരയുന്നത്? എന്താ നിനക്ക് പറ്റിയത്? എന്താ മോനെ നിനക്ക്? അത് പിന്നെ അമ്മേ, ഞാൻ എങ്ങനെ പറയാ? അമ്മ എനിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ എല്ലാ കാര്യത്തിനും അമ്മ കൂട്ടു നിന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അമ്മയോട് എന്താണെന്ന് വെച്ചാൽ നീ കരയാതെ കാര്യം പറയടാ. അത് പിന്നെ ഞാൻ എങ്ങനെ ഇത് പറയുമെന്ന് എനിക്കറിയില്ല. അമ്മയോട് പലതും ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഒരു കാര്യവും വീണ്ടും ഞാൻ മറച്ചു വെച്ചു. അമ്മേ, എനിക്കിപ്പോൾ ജോലിയില്ല അമ്മേ. എന്താ നീ പറയുന്നത്? നിനക്ക് ജോലിയില്ലെന്നോ? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. എന്താ മോനെ ഇത്? അമ്മേ, എൻ്റെ ജോലി നഷ്ടപ്പെട്ടമ്മേ. സുധി, നീ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. എന്താ നീ പറയുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ രവിയേട്ടനോട് നിൻ്റെ കാര്യം. ആ ജോലിയും പോയോ? നീ എന്താ ഈ കാണിക്കുന്നത്? എനിക്ക് തലയ്ക്ക് എന്തോ പോലെ തോന്നുക. ആ ജോലി നീ തൊലച്ചല്ലേ? അമ്മേ, ഞാൻ തൊലച്ചതല്ലമ്മേ, എന്നെ അവരവിടെ നിന്ന് പറഞ്ഞു വിട്ടതാ. എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ സുധി പറയുകയാണ് കേട്ടോ ചന്ദ്രയോട്. ഞാൻ ഈ കാര്യം പറയാതിരുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല. എന്നോട് ശ്രുതി പറഞ്ഞായിരുന്നു, ഇതൊരിക്കലും അമ്മ അറിയരുത്, അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ വേദനിക്കുന്നു. അതുകൊണ്ടാണ് ഇത് ഞാൻ അമ്മയോട് പറയാതിരുന്നത്. ഇങ്ങനെ ഒരുത്തിയെ മരുമകളായിട്ട് കിട്ടാൻ പോകുന്ന അമ്മയുണ്ടല്ലോ, ഭാഗ്യവതിയാ. 10 പവനല്ല 100 പവൻ കൊടുത്താൽ എന്താ അമ്മേ, ഇതുപോലെ ഒരു മരുമകളെ കിട്ടും അമ്മയ്ക്ക്? എനിക്കറിയാം മോനെ. അതുകൊണ്ടാണല്ലോ നിൻ്റെ അച്ഛമ്മയുടെ മുമ്പിൽ ഞാൻ കൈ നീട്ടാൻ പോകുന്നത്. ഒരിക്കലും ചെയ്യാത്ത ഈ കാര്യം ഞാൻ ചെയ്യുന്നത് എൻ്റെ മരുമകൾക്ക് വേണ്ടിയാ, നിനക്ക് വേണ്ടിയാ. അവളെപ്പോലെ ഒരു മരുമകളെ
എനിക്ക് എനിക്ക് മരുമകളായിട്ട് കിട്ടുന്നത് ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യമാ എന്നൊക്കെ പറയാണ്. അങ്ങനെ നമ്മുടെ സുധിയാണെങ്കിൽ ചന്ദ്രനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ. ചേർത്ത് പിടിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ ഒരു വാത്സല്യത്തോടു കൂടി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പാർക്കുട്ടി അമ്മൂമ്മയാണെങ്കിൽ വെള്ളമൊക്കെ ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് മുത്തശ്ശിയുണ്ട്. അപ്പം നമ്മുടെ സച്ചി വന്നിട്ട്, അച്ചമ്മേ തീരെ വയ്യ, മേലാകെ വേദനിക്കുന്നു അച്ചമ്മേ, മേലാകെ വേദനിക്കുന്നു. ആ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകാം, അതിന് കുഴപ്പമില്ല, പക്ഷെ നാട് ചുറ്റാൻ പറയരുത്. അതെ, നീ എന്താ കാറിൽ നാട് ചുറ്റാറില്ലേ? അതുപോലെയാണോ അച്ചമ്മ ഈ വെയിൽ തന്നെ ഇട്ട് ഇങ്ങനെ കറക്കരുതേ. അതെ, പാറു വെള്ളം തിളപ്പിക്കുന്നുണ്ട്, എണ്ണ തേച്ച് ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ വേദനയൊക്കെ മാറും. കണ്ണൊക്കെ പുകയോ അച്ചമ്മേ. എങ്ങനെ പുകയാതിരിക്കും, നല്ല ചൂടല്ലേ, മഴ പെയ്യുന്നില്ലല്ലോ ഇപ്പം, അതുകൊണ്ടാ. ആഹാ, അപ്പം എല്ലാം അറിയാം. എന്നിട്ടല്ലേ ഈ പൊരു വെയിലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നത്. നീ ഇവിടെ ഇരിക്കും സച്ചി, നീ ഇവിടെ വന്നിരിക്കുക, നിനക്ക് എണ്ണ തേച്ച് തരാം. രേവതി എന്നിങ്ങനെ രേവതീനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, അച്ചമ്മ എണ്ണ തേച്ച് തന്നിട്ട് എത്ര നാളായി. അച്ചമ്മ എണ്ണ തേച്ചിട്ട് അച്ചമ്മയുടെ കൈയും കൊണ്ട് എണ്ണ തേച്ചിട്ട് ഇങ്ങനെ കുളിച്ചാലേ ഞാൻ ഈ വെയിലത്തൂടെ തുള്ളിച്ചാടി നടക്കും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, നീ അവിടെ അടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഒന്ന് ഇന്നാ എണ്ണ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു, അതെ നീ ആ എണ്ണ എടുത്ത് ഇവൻ്റെ തലയിൽ തേച്ച് കൊടുത്തേ. ആരാ അച്ചമ്മേ? ഇവൾ എൻ്റെ തലയിൽ എണ്ണ ചെയ്ത് തേക്കണ്ട, അതൊന്നും ശരിയാവില്ല. ചെറുപ്പം മുതലേ അച്ചമ്മയല്ലേ എൻ്റെ തലയിൽ എണ്ണ തേച്ച് തരുന്നത്. എടാ, അതിന് എനിക്ക് വയസ്സായില്ലേടാ, പിന്നെ എനിക്കേ ഭയങ്കര ക്ഷീണമാണ്. എല്ലാ പ്രാവശ്യവും ഒരുപോലെയാണോ? വയസ്സായിട്ട് വരികയല്ലേ, പിന്നെ വയസ്സായി പോലും എല്ലാ പ്രാവശ്യവും അച്ചമ്മ തേച്ച് തരുന്നത്. തേച്ച് താ അമ്മേ. എടാ, ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുക, മുമ്പത്തെ പോലെ കൈയും കാലും ഒന്നും എത്തേണ്ട ഇടത്ത് എത്തുന്നില്ലടാ, കയ്യിലും കാലിലൊക്കെ വിറയുണ്ടടാ മോനെ, വിറ. ഞാൻ എണ്ണ തേച്ച് തന്നാൽ കൈവിരളെ നിന്റെ കണ്ണിൽ കുത്തും. കൈ വിറയ്ക്കുമോ? ഒരു പ്രശ്നമില്ലല്ലോ അച്ചമ്മയ്ക്ക്. പ്രശ്നമുണ്ടടാ, നീ നോക്കടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്ചമ്മ കൈ കാണിച്ചിട്ട് ഇങ്ങനെ വിറപ്പിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സച്ചി, ഇതെന്താ തബല വായിക്കുന്നോ? ഇതെന്താ ഇത്രയ്ക്ക് സ്പീഡിൽ വിറയ്ക്കുന്നത്? അതെ, ഭയങ്കര വിറയാടാ മോനെ, കണ്ടില്ലേ, നിൽക്കുന്നു പോലും ഇല്ല. അടവ് എൻ്റെ അടുത്ത് വേണ്ട കലാവതി, മര്യാദയ്ക്ക് നിർത്തിക്കോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കലാവതിയൊക്കെ നിർത്തി കേട്ടോ. അപ്പോഴത്തേക്ക് സച്ചി, തലയിൽ എണ്ണ തേച്ച് താ പ്ലീസ് അച്ചമ്മ. എടാ, എല്ലാ കാലത്തും നിന്റെ എല്ലാ കാര്യവും എനിക്ക് നോക്കാൻ പറ്റുമോ? ഇനിയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആളാ ഈ നിൽക്കുന്നത്. മോളെ രേവതി, എണ്ണ തേച്ച് കൊടുക്കുക. വേണ്ട, ഞാൻ പറഞ്ഞില്ലേ. അച്ചമ്മയ്ക്ക് ആ സൂത്രം അറിയത്തുള്ളൂ. തലയിൽ 2 കൊട്ടൊക്കെ കൂട്ടി മസാജൊക്കെ ചെയ്ത് എന്തൊരു രസമായിരിക്കും എന്നറിയാമോ? അതെ, രേവതിനെ ഞാൻ പഠിപ്പിച്ചോളാം മോനെ, നീ സമാധാനമായിട്ടിരിക്കുക. കുറച്ച് എണ്ണ നിന്റെ ഉള്ളം കൈയിൽ ഒഴിക്കണം, എന്നിട്ട് ആ രണ്ടും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് 2 തട്ടിയിട്ട് അങ്ങ് തേക്കണം, അപ്പം ശരിയായിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചു പറഞ്ഞു, വേണ്ട, അച്ചമ്മയ്ക്ക് തേക്കാൻ പറ്റില്ലെങ്കിൽ തേക്കണ്ട, ഇവളെ എൻ്റെ തല തല്ലി പൊട്ടിക്കും, എനിക്കറിയാം, ഞാനേ ചൂടുവെള്ളത്തിൽ പോയി കുളിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിനെ പിടിച്ചിട്ട് കലാവതി പറഞ്ഞു, അതെ ഇവിടെ നിന്ന് അങ്ങോട്ട് എണീറ്റ് പോയി കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും. മോളെ രേവതി, എണ്ണ തേച്ച് കൊടുക്കാൻ പറഞ്ഞു. ഏതായാലും നമ്മുടെ കലാവതി അതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, നേരെ ഇരിക്കുക, ഞാൻ എണ്ണ തേച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, വേണ്ട, നീ എണ്ണ തേക്കണ്ട, എണ്ണയും പിടിച്ചോണ്ട് നിൽക്കുക, എൻ്റെ തല തേക്കേണ്ടെന്ന് പറഞ്ഞതല്ലേ, നീ തേച്ച് തരണ്ട. ഒന്നാമത് സമാധാനമില്ല. അല്ല, കണ്ണ് പുകയുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്, എണ്ണ തേച്ചാൽ അത് ശരിയാകും. എന്നാൽ പിന്നെ അതിങ്ങതാ, ഞാൻ തേച്ചോളാം, എന്നാൽ പിന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അത് കൊടുത്തിട്ട് പോയി കേട്ടോ. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് പാറക്കുട്ടിയമ്മ, എന്തോന്നാ കുഞ്ഞെ ഈ കാണിക്കുന്നത്? പിന്നെ ഞാൻ ഈ വെള്ളം ചൂടാക്കിയത് ആർക്ക് വേണ്ടിയാ? ഇനിയിപ്പോൾ വെള്ളം ചൂടാക്കുന്നില്ലെന്ന് പറഞ്ഞ് അങ്ങനെയിട്ട് പോയി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി തന്നെ അവിടെ എണ്ണയായിട്ട് ഇരിക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ആരും ഒന്നും ചെയ്യണ്ട, ഞാൻ വെള്ളം ചൂടാക്കിക്കോളാം, ഞാൻ എണ്ണ തേച്ചോളാം. അല്ലാതെ ഇപ്പം ഇതെൻ്റെ വിധി നല്ലത് എന്താ പറയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അങ്ങ് മാറിപ്പോയി കേട്ടോ. രേവതി മാറിപ്പോയി ഇങ്ങനെ ഒരു മാവിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ ചിന്തിക്കുകയാണ്. അപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് നമ്മുടെ കലാവതിയും വന്നു. കലാവതി എണ്ണ തേക്കുവാന്ന് ഓർത്തിരിക്കുവാണല്ലോ. അപ്പോഴത്തേക്കും കലാവതി ഒന്ന് ചോദിച്ചു, മോളെ നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അത് പിന്നെ എണ്ണ തേച്ച് കൊടുത്തില്ല അച്ചമ്മേ, വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എണ്ണ തേച്ച് കൊടുക്കാൻ, പിന്നെ എന്തിനാ നീ മടിക്കുന്നത്? അവൻ നിന്റെ ഭർത്താവല്ലേ, അന്യനൊന്നും അല്ലല്ലോ. അത് പിന്നെ രേവതി മോളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവനെ പറഞ്ഞാൽ മതി, അവൻ എന്തൊരു ദേഷ്യം ഇത് എന്ന് പാറക്കുട്ടിയമ്മ പറഞ്ഞു. അപ്പോഴത്തേക്കും കലാവതി പറഞ്ഞു, പോട്ടെ മോളെ, സാരമില്ല, അവൻ അങ്ങനെ ആയിപ്പോയി, അവൻ മാറിക്കോളും, നീ വിഷമിക്കാതെ മോളെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ രേവതി പറഞ്ഞു, എനിക്കൊരു വിഷമവും ഇല്ല അച്ചമ്മേ, ഇതൊക്കെ ഇപ്പം എനിക്കൊരു ശീലമായിപ്പോയി, ഇതൊക്കെ സ്ഥിരം ഞാൻ കാണാറുള്ളതല്ലേ, ഇങ്ങനെ ഒരാളാണല്ലോ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതെന്നൊക്കെ ഓർത്തിട്ട് ഞാൻ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ഞാൻ അതോർത്ത് കരയാറൊന്നുമില്ല, ഇപ്പം ഞാൻ സ്ട്രോങ് ആയിട്ടാണ്
ആയിട്ടാണ് നിൽക്കുന്നത്. അയാളിലും ഒരു നല്ലവനുണ്ട്, അതെനിക്കറിയാം. അയാൾ എന്ത് ചെയ്താലും എനിക്ക് അയാളോട് വെറുപ്പൊന്നുമില്ല. അത് മതി മോളെ. അവൻ്റെ പെരുമാറ്റത്തിൽ നിനക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. എന്നെ സങ്കടപ്പെടുത്തേണ്ടെന്ന് കരുതിയൊക്കെയാണ് നീ അത് പറയാത്തതെന്നും എനിക്കറിയാം. എന്നെങ്കിലും സ്വഭാവമൊക്കെ മാറുമായിരിക്കും അല്ലേ അച്ഛമ്മേ? മാറും, മാറാതിരിക്കത്തൊന്നുമില്ല മോളെ. ദേ ഞാനൊരു കാര്യം പറയട്ടെ, ഇതുപോലെ നല്ലൊരുത്തനെ നിനക്ക് ഇനി കിട്ടാനില്ല. മനസ്സുകൊണ്ട് തയ്യാറെടുക്കുന്നത് മുമ്പേ താലി കെട്ടി, അതും കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതൊക്കെ മാറും മോളെ, അതൊക്കെ മാറി നല്ല സ്നേഹമുള്ളവനാകും. സ്നേഹമുള്ള ഭാര്യയും ഭർത്താവുമായിട്ട് നിങ്ങൾ സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കും. ദിവസവും നിങ്ങൾ ക്ഷേത്രത്തിലെ ഞാൻ പറഞ്ഞേക്കുന്നത് എന്തിനാ? ദേവിയുടെ ശക്തി നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അവിടുത്തെ ദേവി എന്ന് പറഞ്ഞാലേ അത്ഭുതം കാണിക്കുന്ന ദേവിയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാലേ എണ്ണ തേപ്പിക്കാൻ ചെന്നാലേ അവൻ എന്നെ ഓടിച്ചിട്ട് എൻ്റെ രേവതി തേച്ച് തന്നാൽ മതി എന്ന് പറയും. മോള് കണ്ടോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്കും വലിയ സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പുതിയ പെണ്ണായ വർഷയാണ് കേട്ടോ. അപ്പം വർഷയും ശ്രീകാന്തും തമ്മിലുള്ളൊരു സീനാണ്. അപ്പം വർഷയാണെങ്കിൽ നമ്മുടെ ശ്രീകാന്തിനെ വിളിച്ചിട്ട് ഫുഡ് ഓർഡറൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യുന്നു, എനിക്ക് ഈ ഫുഡാണ് ഇഷ്ടം, പുതിയ വെറൈറ്റി ഫുഡ് വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും വെറൈറ്റി ഫുഡോ? നിങ്ങൾ വെറൈറ്റി ഫുഡ് ഒത്തിരി ഉണ്ടാക്കുമല്ലോ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രീകാന്ത്. അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. അതായത് ടേസ്റ്റ് അറിയാൻ വേണ്ടിയാണ്, ഒരാളുടെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ചോദിക്കുമല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതായത് ബീഫാണോ ചിക്കനാണോ ഇഷ്ടം, അങ്ങനെ പല വെജിറ്റബിൾ ആണോ, അതുപോലെ തന്നെ നോൺ വെജ് ആണ്, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ തമാശ രീതിയിൽ തന്നെ നമ്മുടെ വർഷ മറുപടി പറയുകയും അങ്ങനെ അവരുടെ ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഏതായാലും വർഷയ്ക്ക് എന്തോ ശ്രീകാന്തിനോട് ഒരു ചെറിയ ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്ന ആ ശ്രീകാന്തിൻ്റെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഒരു സീനാട്ടോ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സീൻ കാണിച്ചു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിനെയും സച്ചിനെയും തന്നെയാണ്. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. വീണ്ടും ബൈക്കിലാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, ഈ 11 ദിവസം നമുക്ക് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞ് വേറെ എവിടെയെങ്കിലും പോകാമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ ഞാൻ അച്ഛമ്മയോട് പറഞ്ഞു കൊടുക്കും എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ രേവതി. അപ്പം പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല, നീ ഒരു കൊച്ചു കലാവതിയായി പോയില്ലേ. എന്തു പറഞ്ഞാലും നീ അച്ഛമ്മയോട് പറയൂല്ലോ. ഞാൻ അച്ഛമ്മയോട് പറയുന്നുണ്ട്, മോൻ്റെ മനസ്സിലിരിപ്പ് ഇതാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഇങ്ങനെ വണ്ടി നിർത്തുക. എന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് അത്യാവശ്യമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണണം, നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ, ഇവിടെ അടുത്താ. എൻ്റെ പൊന്നോ ഞാൻ വരുന്നില്ല, സുഹൃത്തുക്കളെ കിട്ടിയാൽ നിങ്ങൾ സംസാരം നിർത്തില്ല, അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങൂല. ഞാനിവിടെ ചുമ്മാ ഇരിക്കണം, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അല്ലെങ്കിൽ നീ വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. വീട്ടിൽ പോവാമെന്ന് പറഞ്ഞുകൊണ്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒരു കാര്യം ചെയ്യുക, നീ ഈ തണലത്ത് നിന്നോ എന്നിങ്ങനെ പറഞ്ഞു. ഇവിടെയോ? ഒറ്റയ്ക്കോ? ഇവിടെ ഞാൻ നിൽക്കില്ല. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇവിടെ അടുത്തല്ലേ ആദിയുടെ വീട്, അവിടെ എന്നെ വീട്, ഞാൻ അവിടെ പോയി നിന്നോളാം. ശരിയാണല്ലോ അല്ലേ, എങ്കിൽ പിന്നെ ഓക്കെ ആയിക്കോട്ടെ. ആദിയുടെ വീടെങ്കിൽ ആദിയുടെ വീട്, ആദിയുടെ വിധി, അല്ലാതെ ഇതിനിപ്പോൾ എന്താ പറയുക എന്ന് പറഞ്ഞിട്ട് അവർ നേരെ ആദിയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ആദിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആദിയുടെ വീട്ടിലേക്ക് ചെന്നിറങ്ങുന്നു. ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അവിടെ വിട്ടിട്ട് അങ്ങ് പോവുകയാണ്. ഏതായാലും വലിയ സന്തോഷത്തോടു കൂടി തന്നെയാട്ടോ നമ്മുടെ രേവതി അവിടെ നിൽക്കുന്നത്. രേവതിയുടെ മനസ്സിലും സന്തോഷമാണ്. അപ്പോൾ രേവതി നമ്മുടെ ആദിയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.